ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ.എസ്.ഇ.ബി. നിലപാടിനെതിരെ പ്രതിഷേധവുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയും കെ.എസ്.ഇ.ബിക്കും സർക്കാരിനുമുള്ള താക്കീതായി മാറി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എ. തങ്കപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനം ഒട്ടുക്കും നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലും കെ.എസ്.ഇ.ബി. ആസ്ഥാന മന്ദിരത്തിലേക്ക് സമരം നടത്തുകയാണ് കേബിൾ ഓപ്പറേറ്റർമാർ. കാരണം കെ.എസ്.ഇ.ബിയുടെ അതായത് കേബിൾ ഓപ്പറേറ്റർമാരോടുള്ള ചിറ്റമ നയം അവസാനിപ്പിക്കുക എന്നാണ് പ്രധാന ആവശ്യം. പോസ്റ്റ് വാടക, അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ അഞ്ചോളം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം കേരളം ഒട്ടുക്കും പ്രക്ഷോഭം നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും COA ജില്ലാ സെക്രട്ടറി H. സിദ്ദിഖ് നമ്മോടൊപ്പം ചേരുകയാണ്. സമരം ആരംഭിക്കാൻ പോവുകയാണ്. കെ.എസ്.ഇ.ബി. എപ്പോഴും കേബിൾ ഓപ്പറേറ്റർമാരെ രണ്ടാം കിടക്കരായി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും കെ.എസ്.ഇ.ബി. കഴിഞ്ഞ 30 വർഷമായി ഇവിടുത്തെ ചെറുകിട ഓപ്പറേറ്റർമാരെ രണ്ടാം നിര ആളുകളായി തന്നെയാണ് കാണുന്നത്. അതിനെതിരെ ശക്തമായ സമര പരിപാടിയാണ് COA സംസ്ഥാനം ഒട്ടുക്കുന്ന സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ ഈ ധർണയോട് കൂടിയിട്ടാണ് സമരം ആരംഭിക്കുന്നത്. ഇവിടെ ചെറുകിടക്കാർക്ക് പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ ചെറുകിടക്കാരെ മുഴുവൻ ദ്രോഹിക്കുന്ന നടപടിയാണ് കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നീതിയുമില്ലാത്ത കാര്യങ്ങളാണ് കെ.എസ്.ഇ.ബി. പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കേബിളുകൾ കെട്ടിയാൽ ഒരു ചാർജ്, രണ്ടാമത്തെ കേബിൾ കെട്ടിയാൽ രണ്ടാമത് ചാർജ് തരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് മൗലിക അവകാശമായ ഒരു സംസ്ഥാനത്താണ് ഇത്രയും ഒരു ദുർഗതി എന്നുള്ളത് വളരെ ഖേദകരമാണ്. തൊട്ടുള്ള തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലൊക്കെ സർക്കാരുകൾ ഇൻ്റർനെറ്റ് മൗലിക അവകാശമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അവിടെ കേബിൾ ടി വിക്കാർക്ക് സൗജന്യ നിരക്കിലാണ് കെ.എസ്.ഇ.ബി. പോളുകൾ അനുവദിക്കുന്നത്. ഇവിടെ കെ.എസ്.ഇ.ബി. ഇതൊരു കറവ പശുവിനെ മാലാണ് കേബിൾ ഓപ്പറേറ്റർമാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സിയോയുടെ നിലപാട്. ഇത് സർക്കാരിൻ്റെ ആണോ അതോ ഉദ്യോഗസ്ഥന്മാരാണോ ഇതിന് കൂടുതൽ കുടപിടിക്കുന്നത്? ഇത് ഉദ്യോഗസ്ഥന്മാരാണ് രാജാവിനേക്കാളും രാജഭക്തി പ്രകടിപ്പിക്കുന്നത്. കാരണം അവർ ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഓപ്പറേറ്റർമാരെ അവർക്ക് തോന്നുന്ന പോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കേരളം ഒട്ടുക്കും കെ.എസ്.ഇ.ബിയിലേക്ക് മാർച്ച് നടത്തുന്നത്. ഒപ്പം തന്നെ നിരവധി പേർക്ക്, അതായത് കേബിൾ ഓപ്പറേറ്റർ മേഖല എന്ന് പറയുന്നത് ചെറുകിട സംരംഭമായി അത് ഇപ്പോൾ ഉയർന്ന വലിയ ഒരു സംരംഭമായി മാറിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇത് അനുയോജ്യകരമായിട്ടൊരു സംഘടന, ഒപ്പം തന്നെ സ്ഥാപനം കൂടി, സംരംഭം കൂടിയാണ് എന്നുള്ളതാണ്. ഇത് തൊഴിലില്ലായ്മ നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൂടിയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് കെ.എസ്.ഇ.ബിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പൊതുവെ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ പേരിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഒത്താശ ചെയ്യുകയും ചെറുകിട ഓപ്പറേറ്റർമാരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ ചെയ്യണത്. ഈവൻ ചെറിയ സംരംഭങ്ങൾക്ക് MSME എന്ന് പറഞ്ഞിട്ട് കുറേ പ്രലോഭനങ്ങൾ കൊടുക്കേണ്ട, കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വാഗ്ദാനം നൽകുമ്പോൾ തന്നെ നിലവിലുള്ള സ്വയം തൊഴിൽ കണ്ടെത്തിയ ഓപ്പറേറ്റർമാരെ അവഗണിക്കുന്ന രീതിയിലാണ് ഒരു തരത്തിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ റൈറ്റ് ഓഫ് വേൻ്റെ പേരിൽ 100 രൂപയുടെ താഴെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതേ സമയത്തിലാണ് ചെറുകിട ഓപ്പറേറ്റർമാരെ നമ്മൾ ഈ കൊറോണ കാലത്തിലും മറ്റേതിലും എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് ജനങ്ങളുടെയും മറ്റേവരെയും എല്ലാം സംരക്ഷിച്ച സമയത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ സമയത്തിൽ അവരെങ്ങനെ ഈ സംരംഭത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികളുടെ കയ്യിൽ ഇതിനെ ഏൽപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ഗൂഢാലോചന. കാരണം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയായ നമ്മൾ ഡെമോക്രസീൻ്റെ പേരിൽ എല്ലാവർക്കും തുല്യ നീതി ലഭിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വലിയ കോടീശ്വരന്മാർക്ക് പരവതാണി വിരിച്ചുകൊണ്ട് റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുക്കേണ്ട സ്ഥിതിയും അതേ സമയത്തിൽ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് നിലവിൽ 10-25 കൊല്ലമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്തി സർക്കാരിനും ജനങ്ങൾക്കും സഹായങ്ങളും അപ്ഗ്രഡേഷനും നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ നമ്മളെ പോലത്തെ ആൾക്കാരുടെ മേലെ ഓൾറെഡി 150 രൂപ 160 രൂപയുടെ ചാർജ്, അതിൻ്റെ പുറമെ ഇനിയും വേണം ബ്രോഡ്ബാൻഡിൻ്റെ വേറെ ചാർജും എന്ന് പറയണത് എവിടത്തെ ന്യായമാണെന്ന് ഉള്ളത് സർക്കാരും ഭരണാധികാരികളും ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഒരു സൂചനയായിട്ടാണ് ഇപ്പോൾ നമ്മളൊരു ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു സമാധാനം ഉണ്ടായില്ലെങ്കിൽ മുൻകാല വലിയ പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ മാറാനുള്ള സാധ്യതയും ഞാൻ വിരളമല്ല. ഉറപ്പായിട്ടും നമ്മൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ചെയ്യാൻ നമ്മൾ സജ്ജരാണ്, തയ്യാറാണ്, അത് നടപ്പിലാക്കുകയും ചെയ്യും.
തീർച്ചയായിട്ടും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പോകുന്നത്. കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും KSEB ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് തന്നെയാണ് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് COA കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കാരണം തൊട്ട് അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ഫ്രീ ആയിട്ട് കേബിൾ വലിക്കാനും ഇൻ്റർനെറ്റ് കേബിൾ എല്ലാം വലിക്കാനുള്ള സൗകര്യം ഒരുക്കുമ്പോൾ കേരളത്തിൽ മാത്രം കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമായി നിൽക്കുകയും അതായത് ഇവിടുത്തെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ രണ്ടാം കിടയായി കാണുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇതിനെതിരെയാണ് COA കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സമരം. കേബിൾ TV, ബ്രോഡ്ബാൻഡ്, വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക, ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം പോസ്റ്റ് വാടക 100 രൂപ കേബിൾ TVക്ക് കൂടി ബാധകമാക്കി നടപ്പിലാക്കുക, ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച പാവപ്പെട്ടവർക്ക് നൽകുന്ന K-ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക, K-ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് COA നേതൃത്വത്തിൽ പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഒന്നിൽ കൂടുതൽ കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന ആവശ്യമാണ് KSEB മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമൂലം 6-12 ഫൈബർ സ്ഥാപിച്ച ഒരു ചെറുകിട കേബിൾ ഓപ്പറേറ്റർ ഇരട്ടിത്തുക നൽകേണ്ട സാഹചര്യമുണ്ടാവും. എന്നാൽ റിലയൻസ് പോലുള്ള കുത്തക കമ്പനികൾക്ക് 96ഉം 192ഉം ഫൈബറുകൾ അടങ്ങിയ കേബിളുകൾ സ്ഥാപിച്ചതിന് ചെറിയ വാടക മതിയെന്ന നിലപാടും KSEB സ്വീകരിച്ചിട്ടുണ്ട്. KSEBയുടെ ഈ നിലപാടിനെതിരെ സമരപരമ്പരയിലൂടെ ശക്തമായ പ്രതിഷേധമുയർത്താനും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനുമാണ് COA രംഗത്ത് വന്നിട്ടുള്ളത്. പാലക്കാട് മിഷൻ സ്കൂളിന് മുന്നിൽ നിന്നാണ് 100 കണക്കിന് ഓപ്പറേറ്റർമാർ അണിനിരന്ന പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. വൈദ്യുതി ഭവന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാസമരം DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കിട്ടിയവനെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് തങ്കപ്പൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വൈദ്യുതി വകുപ്പ് മന്ത്രിയും വൈദ്യുതി ബോർഡ് ചെയർമാനും പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും പാലക്കാട്ടെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വന്നത് ലജ്ജാവഹമാണെന്നും തങ്കപ്പൻ കൂട്ടിച്ചേർത്തു. നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇവരിടത്തല്ല പിടിച്ചു വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ നടത്തിപ്പ് നല്ല രീതിയിൽ നടത്തിപ്പ് വന്നാൽ ആ ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭം കിട്ടും. ഇത് യാദൃച്ഛികമായി വന്നിട്ടുള്ള ഉപലാഭമാണ്. ഇത് ഇലക്ട്രിസിറ്റി ഇതിലല്ല, അഡീഷണൽ ആയിട്ട് താങ്കൾ ചെയ്യുന്ന പോസ്റ്റിലൂടെ കിട്ടുന്ന അഡീഷണൽ ലാഭത്തിനെ കിട്ടിയവനെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് പോകുന്നത് തെറ്റാണ്. അതൊന്ന് പിൻവലിക്കണം. ഞാൻ ഒന്ന് കാര്യം പറയാം, നമ്മ മറ്റൊരു ജില്ലയിൽ പോയിട്ട് പറയുന്നതിനേക്കാളേറെ ആധികാരികമായി പാലക്കാട് ജില്ലക്കാർക്ക് പറയാൻ അവകാശം എന്ന് പറഞ്ഞാൽ പാലക്കാടത്തെ ഒരു MLA ആണ് ഇവിടുത്തെ മന്ത്രിയായിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ഞാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു മന്ത്രിയായി മാറിയിരിക്കുന്നു. പക്ഷെ അത് ശരിയല്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇലക്ട്രിസിറ്റി ബോർഡ് ഡയറക്ടർ ആയിട്ടുള്ള മുരുകദാസും ഇവിടെയാണ്, ഇതിൽ മന്ത്രി ഇവിടെയാണ്. ഈ പല ഘട്ടങ്ങളിലെ ഇവർ പറയുമ്പോൾ അവർ തന്നെ പറയുന്നത് ഞാൻ അറിയില്ല. പക്ഷെ അതിന്ന് അറിയില്ലെങ്കിൽ അവരറിയണം. ഒരു കാര്യം മനസ്സിലാക്കാം, ഇന്ന് നിങ്ങളെ പോലുള്ള സാധാരണക്കാരെയല്ല അവർക്ക് വേണ്ടത്. അദാനി, അംബാനി, അതോടൊപ്പം തന്നെ 600 കോടി 700 കോടി നിക്ഷേപിക്കുന്ന മുതലാളിമാരാണ് അവർക്ക് വേണ്ടത്. അപ്പൊ ഇതിന് ജനങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയണു, ഈ ഗവൺമെന്റിന്റെ ഉന്നത ആളുകൾ അല്ലാതെ താഴെ നിൽക്കുന്ന എല്ലാവരും ഈ ഗവൺമെന്റ് മനസ്സുകൊണ്ട് എതിരാണ്. കേബിൾ TV മേഖലയെ സംരക്ഷിക്കേണ്ട സർക്കാർ കേബിൾ ഓപ്പറേറ്റർമാരെ തെരുവിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത് എന്ന് COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ആശംസ പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പിന്നിലുള്ള ഒരു KSEB പോസ്റ്റിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിന് ഉൽപാദന ചെലവ് അവർ തന്നെ പറയുന്നത് 1000-നും 1500 രൂപയ്ക്ക് ഇടയിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പ്രതിവർഷം നമ്മൾ കൊടുക്കുന്ന 300 രൂപ വെച്ചുകൊണ്ട് നിങ്ങൾ കണക്കൂട്ടി നോക്ക്. 4-5 വർഷം കൊണ്ട് അവരുടെ മുതൽ മുടക്ക് നമ്മളിലൂടെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിലൂടെ തന്നെ ഇത്ര കാലങ്ങളായിട്ട് അതിൻ്റെ 4-5 ഇരട്ടി അവർ മുതലാക്കി കഴിഞ്ഞു. ഇനിയും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണോ നമ്മുടെ സർക്കാർ നമ്മളോട് ചെയ്യേണ്ടത്? ഇത് സർക്കാരിനോടുള്ള ഒരു പോരാട്ടം മാത്രമല്ല. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ KSEB ഉദ്യോഗസ്ഥർ നാളെ നിങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും. ഞങ്ങളെപ്പോലെ തെരുവിലിറങ്ങേണ്ടി വരും. കാരണം ഇന്ന് ഞങ്ങളെയാണ് ഇവർ ഈ കോർപ്പറേറ്റുകൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെയും കൈകാര്യം ചെയ്യും. KSEBയുടെ ഇരട്ടത്താപ്പ് നയം ചെറുകിട കേബിൾ TV മേഖലയെ ബാധിക്കുന്നതിനൊപ്പം ആയിരക്കണക്കിന് കേബിൾ ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെയും 10,000-കണക്കിന് പേരുടെ തൊഴിൽ സുരക്ഷിതത്വത്തെയുമാണ് ബാധിക്കുന്നതെന്ന് COA ജില്ലാ പ്രസിഡന്റ് MG രാജശേഖരൻ നായർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു.
കേബിൾ TV മേഖലയെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് COA ജില്ലാ സെക്രട്ടറി H. സിദ്ദിഖ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. COA ജില്ലാ വൈസ് പ്രസിഡന്റ് A. ജിതേഷ്, ജില്ലാ ട്രഷറർ P. ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം V. മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. പ്രദീപ് നന്ദി പറഞ്ഞു. ചെറുകിട കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ COA നേതൃത്വത്തിൽ മാർച്ച് 17 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് സമര പരമ്പരയും നടത്തും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ KSEBയിലേക്കുള്ള സമരം തുടരുകയാണ് എന്നുള്ളതാണ്. എന്തുതന്നെ ആയാലും ഇത് പ്രക്ഷോഭം കൂടാനാണ് സാധ്യത. അതായത് KSEBയുടെ നിലപാട് മാറ്റിയില്ലെങ്കിൽ COA അതായത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും തന്നെയാണ് അവർ പറയുന്നത്. കാരണം പോസ്റ്റ് വാടക ഇനത്തിൽ ഭീമമായ തുകയാണ് ഓരോ ഓപ്പറേറ്റർമാരും ഒരു പോസ്റ്റിന് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു അറുതി വരുത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന ആവശ്യം. ക്യാമറമാൻ അംബരീഷിനോടൊപ്പം ദിനേശ് മോഹൻ, UTV ന്യൂസ്, പാലക്കാട്.